എക്സർസൈസിലേക്ക് കടക്കുകയാണ് കേട്ടോ. പാർട്ട് 4 ജറാ രുക്കോ, ഒരു നിമിഷം ഒന്ന് നിൽക്കുക എന്ന പാഠത്തിൽ നിന്നും നമ്മൾ എക്സർസൈസ് നോക്കാൻ പോകണം. ശബ്ദോം കെ അർത്ഥ്, വൊക്കാബുലറി. पर्यावरण, वातावरण, एनवायरनमेंट. पर्यावरण, वातावरण, एनवायरनमेंट. आयोजन, तैयारी, ऑर्गेनाइज. प्रदूषण, गंदगी, पोल्यूशन. दर्द, पीड़ा, पेन. नुकसान, हानि, लॉस. विषाक्त, जहरीला, पॉइजनस. प्रण, प्रतिज्ञा, प्लेड्ज. उत्सव, പാർവ്, ഫെസ്റ്റിവൽ. ഉത്സവം എന്ന് പറഞ്ഞാൽ പാർവാണ് കേട്ടോ. അതിൻ്റെ മീനിങ് പാർവ് എന്നാണ്. ഹിന്ദി മീനിങ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാർവാണ് ഉത്സവത്തിൻ്റെ അർത്ഥം. പാർവ് എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ എന്നാണ് അർത്ഥം. അപ്പോൾ പാർവാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. ഉത്സവ്, പാർവ്, ഫെസ്റ്റിവൽ. पर्यावरण, वातावरण, एनवायरनमेंट. आयोजन, तैयारी, ऑर्गेनाइज. प्रदूषण, गंदगी, पोल्यूशन. दर्द, पीड़ा, पेन. नुकसान, हानि, लॉस. विषाक्त, जहरीला, पॉइजनस. ഓക്കെ. ശബ്ദ ഭണ്ഡാർ, വൊക്കാബുലറിയാണ് ഇംഗ്ലീഷ് മീനിങ് കേട്ടോ. ഗൂഞ്ച്, നദിയ, റിവേഴ്സ്. പ്രകൃതി, നേച്ചർ. ഖത്തറ, ഡേഞ്ചർ. അപ്നാക്കർ, ടു അഡോപ്റ്റ്. ബദൽക്കർ, ടു ചേഞ്ച്. കൂട, റബിഷ്. ദുവ, സ്മോക്ക്. ദുവ 2 പ്രാവശ്യമുണ്ട്. നിങ്ങൾ 1 പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. എല്ലാവരും എഴുതി വയ്ക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇനി എല്ലാ നോട്ടും നോട്ട്ബുക്കിലേക്കാണ് എഴുതേണ്ടത്, ടെക്സ്റ്റ് ബുക്കിലേക്ക് ആരും എഴുതണ്ട കേട്ടോ. ഗൂഞ്ച്, ഇക്കോ, നദിയാം, റിവേഴ്സ്. പ്രകൃതി, നേച്ചർ. ഖത്തറ, ഡേഞ്ചർ. അപ്നാക്കർ, ടു അഡോപ്റ്റ്. ബദൽക്കർ, ടു ചേഞ്ച്. കൂട, റബിഷ്. ഓക്കെ. നെക്സ്റ്റ്, ഫേക്കന, ടു ത്രോ. കിടാണു, ജെംസ്. തുക്കന, ടു സ്പിറ്റ്. കാണുന്നിടത്തൊക്കെ തുപ്പി വയ്ക്കരുത്. തുപ്പുന്നതും ചള്ളാണ് കേട്ടോ. ജോർ, ഒഫൻസ്. ഇസ്തേമാൽ, യൂസ്. ജാംജ്, ഇൻവെസ്റ്റിഗേഷൻ. സുരക്ഷ, പ്രൊട്ടക്ഷൻ. യോഗദാൻ, കോൺട്രിബ്യൂഷൻ. ഒന്നുകൂടി. ഫേക്കന, ത്രോ. കിടാണു, ജെംസ്. തുക്കന, ടു സ്പിറ്റ്. ജുർം, ഒഫൻസ്. ഇസ്തേമാൽ, യൂസ്. ജാഞ്ച്, ഇൻവെസ്റ്റിഗേഷൻ. സുരക്ഷ, പ്രൊട്ടക്ഷൻ. യോഗദാൻ, കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇംഗ്ലീഷ് മീനിങ്, ഹിന്ദി മീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വയ്ക്കുക. എല്ലാവരും എഴുതി സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുക. ഫേക്കന, ത്രോ. ഓക്കെ. നെക്സ്റ്റ്, കുട്ടി, കോട്ടേജ്. സ്വച്ഛ്, ക്ലീൻ. ഖുഷ്ബു, പ്ലഷറബിൾ. സുരക്ഷിത്, പ്രൊട്ടക്റ്റഡ്. കല്യാൺ, വെൽഫെയർ. സുഖി, ഹാപ്പി. വൺസ് മോർ. കുട്ടി, കോട്ടേജ്. സ്വച്ഛ്, ക്ലീൻ. ഖുഷ്ബു, പ്ലഷറബിൾ. സുരക്ഷിത്, പ്രൊട്ടക്റ്റഡ്. നെക്സ്റ്റ്, ഉത്തർ ലിഖോ. ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1. മഹിള സടക്ക് പർ ക്യാ കർ രഹി ഥി. ഈ സ്ത്രീ വഴിയിൽ എന്ത് ചെയ്യുകയായിരുന്നു? മഹിള സടക്ക് പർ കൂട ഫേക് രഹി ഥി. സ്ത്രീ എന്ത് ചെയ്യായിരുന്നു? വഴിയിൽ വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. മഹിള സടക്ക് പർ കൂട ഫേക് രഹി ഥി. क्वेश्चन नंबर 2. स्वामी द्वारा कूड़ा उठाने पर महिला की समझ में क्या आया? ഈ സ്വാമി വന്ന് കൂട അല്ലെങ്കിൽ റബ്ബിഷ്, ആ വേസ്റ്റ് എല്ലാം വാരി കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ ഇടുന്ന കണ്ടപ്പോൾ സ്ത്രീക്ക് എന്താണ് മനസ്സിലായി? സ്വാമി ദ്വാര കൂട ഉഠാനെ पर महिला की समझ में आया कि कूड़ा कभी सड़क पर नहीं फेंकना है. कूड़ा में पैदा हुए कीटाणु लोगों को नुकसान पहुंचाएगा. അപ്പോൾ സ്ത്രീ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? സ്വാമി ധാര കൂട ഉഠാനെ പർ, സ്വാമി വന്ന് ഈ വേസ്റ്റ് കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇട്ടപ്പോൾ മഹിളാക്കി സമചമയായ ഈ സ്ത്രീയുടെക്ക് മനസ്സിലായി കൂട കബി സടക്ക് പർ നഹി ഫേക്കനാഹെ. ഈ കൂട, ഈ റബ്ബിഷ് കൊണ്ടുവന്ന്
റോഡിൽ കൊണ്ടുവന്ന് എറിയരുത്. കൂടാമേ പൈദാ ഹുയെ കിടാണു, ഈ വേസ്റ്റിൽ ഉണ്ടാകുന്ന കിടാണുക്കൾ ലോകോംകോ നുക്സാൻ പहुंचाएगा, ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും, ആളുകളെ വിഷമിപ്പിക്കുമെന്ന് ഔരത് മനസ്സിലാക്കി. സ്വാമി ദ്വാര കൂട ഉഠാനെ പർ മഹളാക്കി സമജ്മേ ആയ, സ്വാമിയാൽ ഈ കൂട എടുത്ത് കൂടാദാനമേ അതായത് ഡസ്റ്റ്ബിന്നിൽ ഇടുന്ന കണ്ടപ്പോൾ മഹിളയ്ക്ക് മനസ്സിലായി, സമജ്മേ ആയ कि दैट हालांकि समझ में आया कि कूड़ा कभी सड़क पर स्वामी द्वारा कूड़ा उठाने पर महिला की समझ में आया क्या आया, स्वामी द्वारा कूड़ा उठाने पर महिला की समझ में आया कि कूड़ा कभी सड़क पर नहीं फेंकना है, ഒരിക്കലും കൂട വേസ്റ്റ് കൊണ്ടുപോയി റോഡിൽ കൊണ്ടുപോയി വലിച്ചെറിയരുതെന്ന് അവരത്തിന് മനസ്സിലായി. കൂടാമേ പൈദാ ഹുയെ കിടാണു, ഈ കൂടയിൽ ഈ റബ്ബിഷിൽ ഈ വേസ്റ്റിലുണ്ടാകുന്ന കിടാണുക്കൾ ആളുകളെ വിഷമിപ്പിക്കുമെന്ന് മനസ്സിലായി. स्वामी द्वारा कूड़ा उठाने पर महिला की समझ में क्या आया, स्वामी द्वारा कूड़ा उठाने पर महिला की समझ में आया कि कूड़ा कभी सड़क पर नहीं फेंकना है, कूड़ा में पैदे हुए कीटाणु लोगों को नुकसान पहुंचाएगा, ഈ കൂടയിൽ റബ്ബിഷിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ ബ്രീഡ് ചെയ്യാവുന്ന കിടാണുക്കൾ ആളുകൾക്ക് വളരെയേറെ ദ്രോഹമുണ്ടാക്കുമെന്ന് മഹിളയ്ക്ക് മനസ്സിലായി. ഓക്കെ. ശോഭന ഘർ സെ ദോ പൗധെ ക്യോം ലായി ഥി, ശോഭന വീട്ടിൽ നിന്നും എന്തിനാണ് 2 ചെടികൾ കൊണ്ടുവന്നത്. ശോഭന ഉസ് ദിൻ കെ ഉത്സവ് കെ ലിയെ ഘർ സെ ദോ പൗധെ ലായി ഥി, ശോഭന ആ ദിവസത്തെ ഉത്സവം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്നും 2 ചെടികൾ കൊണ്ടുവന്നത്. ശോഭന ഉസ് ദിൻ കെ ഉത്സവ് കെ ലിയെ ഘർ സെ 2 പൗധെ ലായേ थे, ശോഭന ആ ദിവസത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് 2 പൗധയുമായിട്ട് വന്നത്. അന്ന് എൻവയോൺമെൻ്റൽ ഡേ ആയിരുന്നു അല്ലേ, പ്രകൃതി സംരക്ഷണ ദിവസം അല്ലേ. അന്ന് സ്കൂളിൽ നടാൻ വേണ്ടിയിട്ടാണ് ശോഭന 2 ചെടിയുമായിട്ട് വന്നത്. ശോഭന കോൺസെ പൗധയിലായി തി, ശോഭന ഏത് ചെടിയുമായിട്ടാണ് വന്നത്. ശോഭന തുളസി ഔർ ആവലേക്ക പൗധയിലായി തി, ശോഭന കൊണ്ടുവന്ന ചെടികൾ ഏതൊക്കെയാണ്, തുളസി ഔർ ആവല, നെല്ലിയും തുളസി ചെടിയുമാണ് ശോഭന എൻവയോൺമെൻ്റൽ ഡേയ്ക്ക് ആ സെലിബ്രേഷന് വേണ്ടി കൊണ്ടുവന്നത്. ഓക്കെ. ശോഭന ഉസ് ദിൻ കെ ഉത്സവ് കെ ലിയെ ഘർ സെ 2 പൗധെ ലായേ थे, ശോഭന ആ ദിവസത്തെ ഉത്സവത്തിന് വേണ്ടി വീട്ടിൽ നിന്നും 2 ചെടികൾ കൊണ്ടുവന്നു. ആ ചെടികൾ ഏതൊക്കെയാണ് നോക്കിക്കേ. ശോഭന കോൺസെ പൗധെ ലായേ थे, ശോഭന ഏത് ചെടികളൊക്കെയാണ് കൊണ്ടുവന്നത്. ശോഭന തുളസി ഔർ ആവലേക്ക പൗധെ ലായേ थे, ശോഭന കൊണ്ടുവന്നത് തുളസി ചെടിയും നെല്ലി മരവുമാണ്. ഈ 2 മരങ്ങളാണ് സ്കൂളിൽ ആ ദിവസത്തെ ഉത്സവത്തിന് നടാൻ വേണ്ടി ശോഭന കൊണ്ടുവന്നത്, വീട്ടിൽ നിന്നും കൊണ്ടുവന്നത്. ഓക്കെ. അപ്പം എഴുതി വയ്ക്കുക നോട്ട്ബുക്കിലേക്ക് കേട്ടോ. താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ 5, പഞ്ചവടി में कौन से वृक्ष थे, പഞ്ചവടിയിൽ ഏതൊക്കെ വൃക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത്. പഞ്ചവടി में പീപ്പിൾ, ബർഗദ്, പീപ്പിൾ എന്ന് പറഞ്ഞാൽ അരയാലാണ് കേട്ടോ, ബർഗദ് പേരാലാണ്, 2 മാൽമരങ്ങൾ തന്നെയാണ്. ബേൽ, ആവല और अशोक के पेड़ थे. पंचवड़ी में पीपल, बरगद, बेल, आंवला और अशोक के पेड़ थे. പഞ്ചവടിയിലുണ്ടായിരുന്നത് പീപ്പിൾ, ബർഗദ്, ബേൽ, ആവല, അശോക് തുടങ്ങിയ മരങ്ങളാണ് പഞ്ചവടിയിൽ ഉണ്ടായിരുന്നത്. ബേൽ എന്ന് പറയുന്നത് ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ, അതിൽ മുന്തിരിയുടെ കായകൾ പോലുള്ള കായുണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് ബേൽ. ഓക്കെ. ഇനി ആവല എന്ന് പറയുന്നത് നെല്ലിക്ക. ഔർ അശോക് കെ പേട് ഥേ, പിന്നെ അശോക മരവും ഉണ്ടായിരുന്നു. അശോകം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത മരം എന്നാണ് കേട്ടോ. അശോകം ദുഃഖമില്ലാത്ത മരം. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ ശ്രവൺ കൗശൽ.
ശ്രവൺ കൗശലിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്രീയ വിദ്യാലയ മേ കിസ്ക ആയോജൻ ഹുവ? സെൻട്രൽ സ്കൂളിൽ എന്ത് ഓർഗനൈസേഷനാണ് നടന്നത്? കേന്ദ്രീയ വിദ്യാലയ മേ പര്യാവരൺ ഉത്സവ് കാ ആയോജൻ ഹുവ. എൻവയോൺമെൻ്റൽ സെലിബ്രേഷനാണ് അവിടെ ഓർഗനൈസ് ചെയ്തത്. കേന്ദ്രീയ വിദ്യാലയ മേ പര്യാവരൺ ഉത്സവ് കാ ആയോജൻ ഹുവ. എൻവയോൺമെൻ്റൽ ഉത്സവമാണ് ആഘോഷിച്ചത്. അവിടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ ആഘോഷിച്ച ഉത്സവം ഏതാണ്? പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഉത്സവമാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ആഘോഷിച്ചത്. ഓക്കെ. केंद्रीय विद्यालय में किसका आयोजन हुआ? केंद्रीय विद्यालय में पर्यावरण उत्सव का आयोजन हुआ. पर्यावरण उत्सव का आयोजन हुआ. केंद्रीय विद्यालय में पर्यावरण उत्सव का आयोजन हुआ. ओके. श्रवण कौशल सेकंड क्वेश्चन. स्वामी के कानों में क्या गूंज रहा था? സ്വാമിയുടെ കാതുകളിൽ എന്താണ് അലയടിച്ചു കൊണ്ടിരുന്നത്? സ്വാമിക്ക് കാനോമേ മുഖ്യ അതിഥി കാ ഭാഷൺ ഗൂഞ്ച് രഹാ താ. സ്വാമിയുടെ കാതുകളിൽ മുഖ്യ അതിഥിയുടെ പ്രഭാഷണമാണ് അലയടിച്ചു കൊണ്ടിരുന്നത്. സ്വാമിയുടെ ചെവികളിൽ മുഖ്യ അതിഥിയുടെ പ്രഭാഷണമാണ്, സ്പീച്ചാണ്, പ്രസംഗമാണ് അലയടിച്ചത്. क्वेश्चन नंबर ग. हमारी प्रकृति और माहौल को किससे खतरा है? हमारे प्रकृति और हमारे आसपास के माहौल को इस समय सबसे बड़ा खतरा പ്രദൂഷൺ സേ ഹേ. ഖത്തറ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ട് അപകടാവസ്ഥയിലായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? हमारे प्रकृति और हमारे आसपास के माहौल को इस समय सबसे बड़ा खतरा प्रदूषण से है. നമ്മുടെ പ്രകൃതിയും നമ്മുടെ ആസ്പാസ് മാഹോൽ അതായത് ചുറ്റുപാടുകളും ഈ കാലഘട്ടത്ത് ഏറ്റവും അധികം മലിനമായിരിക്കുന്നത് പ്രദൂഷൺ ആണ്. പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ. കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടുകളും വളരെയധികം ഡേഞ്ചറസ് ആയി മാറുന്നത്. നമ്മുടെ പ്രകൃതി ഡേഞ്ചറസ് ആയി മാറുന്നത് എങ്ങനെ? हमारे प्रकृति और हमारे आसपास के माहौल को इस समय सबसे बड़ा खतरा പ്രദൂഷൺ സെ ഹേ. നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ളത് എന്താണ്? ഇരിക്കുന്ന നമ്മുടെ പ്രകൃതിയാണ്. ഈ പൊല്യൂഷനാണ് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും ദോഷമായിട്ടുള്ളത് എന്നാണ് മുഖ്യ അതിഥി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എഴുതി വയ്ക്കാനോട്ട് കേട്ടോ. क्वेश्चन नंबर ഖ. हम प्रदूषण को कैसे रोक सकते हैं? നമ്മൾക്ക് എങ്ങനെ ഈ മലിനമാകുന്നത് തടയാനായിട്ട് പറ്റും? हम छोटी छोटी बातों को अपनाकर और कुछ आदतें बदलकर प्रदूषण को रोक सकते हैं. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കണം. അതായത് നല്ല നല്ല സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയും മോശമായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ നമുക്ക് ഉപേക്ഷിക്കുകയും വേണം. ഏതൊക്കെയാണത്? മോശമായ കുറച്ച് സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? വഴിയിൽ തുപ്പുക, പ്ലാസ്റ്റിക് കവറുകളും മിഠായിയുടെ പാക്കറ്റുമൊക്കെ അലസമായി വലിച്ചെറിയുക, അവിടെ എവിടെയും വലിച്ചെറിയുക. അത്തരമുള്ള കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. അതൊക്കെ കൊണ്ടുപോയി കൃത്യമായ ഡസ്റ്റ്ബിന്നിൽ അതത് സമയം തന്നെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ മലിനമാകുന്ന ഈ അവസ്ഥയെ തടയാൻ പറ്റും. എല്ലാവരും പഠിക്കുക. ഓക്കെ. താങ്ക് യു.